ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മരിയ റോട്ടോ പാക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണ്. അപ്പോൾ ഇവിടെ എനിക്ക് എത്തിച്ചേരാനുള്ള കാരണം എന്ന് ഞാൻ പറയാം. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഓരോരോ പാക്സ് ഗ്രോസറി ഐറ്റംസൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്. അപ്പോൾ ആ മേടിക്കുമ്പോൾ ആ പാക്സൊക്കെ സാധാരണ നമ്മൾ വലിച്ചെറിയും, അല്ലെങ്കിൽ ആ ഭംഗിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വലിച്ചെറിയാറുണ്ട്. അപ്പോൾ ഇത് ഒരു കൗതുകം തോന്നി, ഈ സംഭവം എങ്ങനെയാണ് പ്രൊഡക്ഷൻ ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ മാനുഫാക്ചർ കാര്യങ്ങൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടേക്ക് വന്നിരിക്കുന്നത്. അത് കൂടാണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി എനിക്ക് എത്തിക്കാനുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഈ ഒരു പ്ലാസ്റ്റിക് പേപ്പർ അല്ല നമ്മൾ ഗ്രോസറി ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിക്കുന്നത്, ഇത് നമ്മൾ വലിച്ചെറിയുമ്പോൾ നമ്മുടെ പറമ്പ് മൊത്തം നാശമായി പോവാണ്. അപ്പോൾ അത് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ധാരണയാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മാനുഫാക്ചർ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. അപ്പോൾ അകത്തേക്ക് കയറി നോക്കാം. ഇതാണ് നമ്മൾ മരിയ റോട്ടോ പാക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അഡ്രസ്സും അതുപോലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. നമ്മളിവിടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓഫീസ് റൂം വരുന്നത്. അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മാനുഫാക്ചർ കാര്യങ്ങൾ അതൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ചേട്ടൻ, നമുക്ക് ഈ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സിനും കൂടി ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരും. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ വീഡിയോയിലേക്ക് ചേട്ടനെ സ്വാഗതം. ചേട്ടൻ്റെ പേര് കൂടി ഒന്ന് പരിചയപ്പെടുത്തി. പേര് രാമേന്ദ്രൻ ചേട്ടൻ. എത്ര വർഷമായി ഇവിടെ? 16 വർഷമായി. അപ്പോൾ സീനിയോറിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ എന്താ പ്രൊഡക്ഷൻ നടക്കണം അതിൻ്റെ ഒരു ധാരണ നമുക്കൊന്ന് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ മാനുഫാക്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങാം. പ്രധാനമായിട്ട് ചെയ്യുന്നത് ഫുഡ് ഐറ്റംസ്, അതിനോട് ബന്ധപ്പെട്ട പൗച്ചസ്. ഇപ്പോൾ നമ്മൾ സാധാരണ കടകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന അരിപ്പൊടി, പുട്ടുപൊടി, റവ, അങ്ങനെയുള്ള അതിനോട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ സാമ്പിൾസ് എല്ലാം അവിടെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഒന്ന് കാണിച്ചു തരും. ഓക്കെ, ഇതൊക്കെ സാമ്പിൾസ് ആണ് നമ്മൾ വരുന്നത്. ഇത് ബ്രെഡിൻ്റെ ആണ്. ബ്രെഡിൻ്റെ പാക്കാണ് കേട്ടോ ഇത്. ഹോട്ട് ഓവൻ. പിന്നെ ഇതാ പാക്ക് വരുന്നത് പക്കവട സ്നാക്സ്. അപ്പോൾ അതിൻ്റെ ഓരോരോ മെറ്റീരിയലിനും വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് ഫുൾ വൈറ്റ് കളറിലാണ് വരുന്നത്. അതുപോലെ ഇത് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ് ഉള്ളിൽ വരുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ഇലക്ട്രിക്കലി നമ്മുടെ ജംഗ്ഷൻ ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്നില്ല, LED ബോക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ചായപ്പൊടി, ടീൻ്റെ പാക്കാണ്. ഇതൊക്കെ ഉള്ളിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ സാമ്പിളുകളാണ്. ഇനി കുറേ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരോ സൈസിൽ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള ഐറ്റംസ് ആയിരിക്കും. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ഗ്രാം, 500 ഗ്രാം, 1 kg എന്ന് പറഞ്ഞാൽ അത് ആ സൈസ് അനുസരിച്ചുള്ള നമ്മൾ തയ്യാറാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി തരാം. നമ്മളിപ്പോൾ ഡയപ്പറാണ്, ഏജ് ഓൾഡർ ആയിട്ടുള്ള ഡയപ്പറിന്റെ പാക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കണ്ടോ ഇത്. പിന്നെ ഇതൊക്കെ ഇത് ചപ്പാത്തി, നമ്മുടെ ലൈറ്റിന്റെ ചപ്പാത്തി. ഇത് ആട്ടപ്പൊടിയുടെ പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ആൾക്കാരുടെ വീട്ടിൽ എത്തുന്ന ഒരു പാക്കാണ് ഈ കാണുന്നത്. അത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ മാനുഫാക്ചർ കാര്യങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ കാണുന്നത് ഗ്രാനുവൽസ് ആണ് കേട്ടോ. ഇത് ഇന്ത്യയിലെ പുറത്തുനിന്ന് വരുന്ന ഒരു ഐറ്റമാണ്. ഇതാണ് നമുക്ക് ഇങ്ങനെയാക്കി വരുന്നത്, ഫിലിമാക്കി വരുന്നത്. അപ്പം ഈ ഗ്രാനുവൽസ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഹീറ്റായി വരും. ഹീറ്റായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഫിലിമായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ഇങ്ങനെ റോളായിട്ട് ലാസ്റ്റ് അവിടെ വരുന്നത്. നമുക്ക് എത്ര സൈസ് വേണമെന്ന് വെച്ചാൽ ആ സൈസിൽ നമുക്ക് ഇവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ ഫിലിം വരുന്നത്. പല സൈസിലും നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സൈസ് തന്നെയല്ല, ഇവിടെ വേറൊരു സൈസും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. നേരത്തെ കണ്ടത് കുറച്ചുകൂടി വണ്ണം കൂടിയ ടൈപ്പുള്ള സൈസാണ്. ഇത് കുറച്ചുകൂടി ഫിലിം ഇത്തിരി സൈസ് കുറഞ്ഞ ടൈപ്പാണ്. അപ്പം നമുക്ക് ഏത് സൈസ് വേണമെന്ന് വെച്ചാൽ ആ സൈസിലുള്ളത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇതാണ് ഫിലിം എന്ന് പറഞ്ഞ സംഭവം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സൈസ്, ആ ഒരു സൈസിൻ്റെ ഫിലിം വരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ റോളായി ആണ് വരുന്നത്. അപ്പം നമുക്ക് സൈസ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ആ
കണ്ടിട്ടുള്ളതാണ്. ആ ഒരു ഗ്രാനുവൽസ് ഇങ്ങനെ ചാക്കിലാക്കി വരുന്നിട്ട് അത് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റോളിലാക്കി സെറ്റാക്കിയിട്ടാണ് വരുന്നത്. എന്നിട്ടാണ് നമുക്ക് അത് ഓരോരോ പ്രിന്റ് ആക്കി എടുക്കാൻ പറ്റുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത മെഷീനാണ് കേട്ടോ. അപ്പോൾ അടുത്ത മെഷീനിലേക്ക് നമുക്ക് പോവാം. ഇവിടെ വലിയ വലിയ മെഷീൻസ് കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ സംസാരിക്കുമ്പോൾ. എന്നാലും എനിക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് വരുന്ന മെഷീൻസ് കേട്ടോ. ഈ കാണുന്നതാണ് നേരത്തെ കണ്ട ഫിലിം. ആ ഒരു ഫിലിം ഇവിടെ ചെയ്തിട്ടാണ് ഇതിൽ കൂടെയാണ് പ്രിന്റ് വരുന്നത്. അപ്പം നമുക്ക് ഏത് കളർ വേണം ആ കളറാണ് നമുക്ക് ഇവിടെ ചെയ്തത്. ഇപ്പം ഇതിലൊരു 4 കളേഴ്സ് ഉണ്ട്. ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഇവിടെ റെഡ് ഉണ്ട്, പിന്നെ അപ്പുറത്തെ സൈഡ് വൈറ്റ് കളറും കൂടി ഉണ്ട്. അപ്പോൾ ഇത് കാണുന്നത് പ്രിന്റ് അതിൽ ബ്രെഡിൻ്റെ ഒരു പാക്കേജിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത് പ്രിന്റ്. അപ്പോൾ ഈ സൈഡിൽ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തേക്ക് വരാം. നമുക്ക് ഇപ്പുറത്തേക്ക് വരാം. ഈ കാണുന്ന മെഷീൻ എന്ന് പറയുമ്പോൾ ഇതിൽ 8 കളറത്തോളം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ നമുക്ക് 4 കളേഴ്സ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ 4 കളർ ആഡ് ചെയ്യാൻ പറ്റും. നേരത്തെ കണ്ട ഫിലിമാണ് കേട്ടോ ഇത്, പ്ലെയിൻ ഫിലിം. അത് അപ്പുറത്ത് വരുമ്പോൾ അത് പ്രിന്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ വൈറ്റ് കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എത്ര കളേഴ്സ് വേണമെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് കണ്ടോ, ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ട് ലാസ്റ്റ് ഫിനിഷിങ് ഇവിടേക്കാണ് വരുന്നത്. ഈ ഒരു പോർഷനാണ് കേട്ടോ ലാസ്റ്റ് ഫിനിഷിങ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് റോള് നമുക്ക് ഫിലിം പോണത്. സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് പ്ലെയിൻ ഫിലിം പോയിട്ട് അവിടെ നിന്ന് എല്ലാം പ്രിൻ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവസാനത്തെ ഭാഗമാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇതാണ് നമുക്ക് അവസാനത്തെ പോർഷൻ വരുന്നത്. കണ്ടോ, ഇത് ഫുള്ള് ബ്രെഡിൻ്റെ ആണ്, വീറ്റ് ബ്രെഡ്. അതിൻ്റെ ഒരു പാക്കിംഗ് ആണ് ഇത് വരുന്നത്. ഇത് റോളായിട്ട് വേണമെങ്കിൽ റോളായിട്ടാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഏതാ കമ്പനി എന്നുള്ളത് ആ കമ്പനിയുടെ മോഡൽ അനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇനി പൗച്ചാക്കി വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുന്ന മെഷീനായി കാണുന്നത്. അപ്പോൾ റോളായിട്ടാണ് ആദ്യം അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇത് റോളായിട്ട് വന്നിട്ട് ഇങ്ങനെ മോളിക്കൂടെ വന്നിട്ട് ഇതൊരു റോളായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കട്ട് മെഷീൻ എന്ന് പറയുന്നത് ലാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മെഷീൻ്റെ അവിടെ നിന്ന് ലാസ്റ്റ് എൻഡിങ് പോർഷൻ ആണ് ഈ കാണുന്നത്. ഇവിടേക്കാണ് നമുക്ക് സെറ്റ് ചെയ്ത് കട്ടാക്കി വരുന്നത്. കണ്ടോ, ഇത് ഇങ്ങനെ താഴത്തേക്ക് പോണത് ഓരോരോ ഇത് കട്ടാക്കിയിട്ട് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഓരോന്നും നമുക്ക് എടുത്ത് നോക്കാം നമുക്ക് എങ്ങനെയാണുള്ളത്. ഇതാണ് കണ്ടോ, ഇതൊരു ബ്രെഡിൻ്റെ ഒരു കവറാണ് ഈ കാണുന്നത്. സിസ സ്വീറ്റ് ബ്രെഡ് ഇതിൻ്റെ ഒരു കവറാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് ഇവിടെ ലാസ്റ്റ് അടിച്ചിട്ട് ഇവിടെ സീൽ ചെയ്തിട്ട് വരും. പിന്നെ ഈ നമ്മുടെ ബ്രെഡിന് ആരോ നിറയ്ക്കുന്നതെന്ന് വെച്ചാൽ അത് നിറയ്ക്കുന്ന ആൾ ഇത് നിറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ മുകളിലത്തെ ഭാഗം സീൽ ചെയ്യും. അപ്പോൾ ഇവർ ഇങ്ങനെയാണ് നമുക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിപ്പം സൈസും കാര്യങ്ങളൊക്കെ അത് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സൈസാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ബ്രെഡിൻ്റെ എത്ര സൈസ് വേണം, അല്ലെങ്കിൽ 500 ഗ്രാം ആണോ, പിന്നെ അല്ലെങ്കിൽ 1 കിലോൻ്റെ ആണോ പാക്ക് വേണത്, അങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ എത്ര സൈസിൻ്റെ വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബ്രെഡിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും കാണിക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് പ്രിന്റ് ആണ്, ഫ്ലെക്സോ പ്രിന്റിംഗ് ആണ് നേരത്തെ കണ്ടത്. അപ്പോൾ ഇത് റോട്ടോ ഡ്രൈവർ എന്ന് പറയും. റോട്ടോ പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനേക്കാൾ കുറേ കൂടുതൽ ഫിനിഷിംഗ് വരും. മറ്റേത് റബ്ബർ സ്റ്റാമ്പ് ഇതേപോലെ ചെറിയ സ്റ്റീരിയോസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ സിലിണ്ടറിൽ മേക്ക് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന പ്രൊഡക്ഷനാണ്. മാത്രമല്ല ഇത് അതിനേക്കാൾ കുറച്ച് കോസ്റ്റ്ലി ആണ്. ഫിനിഷിങ് കൂടുതലുള്ള ഫിലിമും പൗച്ചസും നമുക്ക് ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം. അപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം നേരത്തെ നമ്മൾ കണ്ടത് PV ട്യൂബ് വെച്ചിട്ടുള്ള പൗച്ചും കാര്യങ്ങളൊക്കെയാണ്. ഇതെന്ന് പറയുമ്പോൾ പോളിസ്റ്റർ ആണ് വരുന്നത്, പോളിസ്റ്റർ ഫിലിമാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ ഒരു റോളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ആക്കണമെങ്കിൽ അതിന്റെ പ്രൊസീജിയറാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഫിലിം ഇങ്ങനെ ഒരു റോളായിട്ട് വന്നിട്ട് ഇതിൽ കൂടെ വരുന്നു, വന്ന് കഴിഞ്ഞിട്ട് ഈ സൈഡിലേക്കാണ് വരുന്നത്. ഇത് മൊത്തം ഇവിടേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഫിലിം ഇവിടെ വന്നിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യണത് ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്ക് ആ ഫിലിമിൽ പ്രിന്റ് ചെയ്യാനുള്ളതാണ് ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് വരുന്നു. ഈ കാണുന്നത് പ്രിന്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി കളർ കൊടുക്കണ്ടേ, ആ കളർ കൊടുക്കുന്നതാണ് ഈ മുകളിൽ കൂടെ വന്നിട്ട് ഒരു ഫിലിമായിട്ട് വന്നിട്ട് താഴത്തേക്ക് വരിക. ഇങ്ങനെ താഴത്തേക്ക്
താഴത്തേക്ക് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കളർ വേണമെന്ന് വെച്ചാൽ അതാണ് പിന്നീടുള്ള പ്രൊസീജിയർ വരുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് ഇനി കളർ. ഇത് അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബ്ലൂ കളറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ ആ പ്രിന്റ് ഫസ്റ്റ് ബ്ലാക്ക് കളറിൻ്റെ പ്രിന്റ് കൊടുത്തു, അതിലേക്ക് ബ്ലൂ കളർ ആഡ് ചെയ്തു. പിന്നെ അടുത്ത കളർ ആഡ് ചെയ്യാനായിട്ട് ഇതേപോലെ തന്നെ തൊട്ട് മോളിക്കോടെ തന്നെ ഇങ്ങനെ പോയിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് വരുന്നത് കണ്ടു. അടുത്തൊരു സെക്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അടുത്ത കളർ ആഡ് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ബ്ലൂ കളർ ആഡ് ചെയ്തതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കാണുന്നത് നമുക്ക് റെഡ് കളർ ആഡ് ചെയ്തത്. അപ്പോൾ ഓരോരോ കളർ ആഡ് ചെയ്യണമെങ്കിൽ ഓരോരോ സെക്ഷനാണ് കേട്ടോ. ഇതിപ്പോൾ ബ്ലൂ കളർ ആഡ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ റെഡ് കളറാണ് ഇതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ സെയിം ഇങ്ങനെ തന്നെ മോളിലേക്ക് വരുന്നു. മോളിലേക്ക് വന്നിട്ട് ഇവിടുന്ന് അങ്ങനെ ആ റോള് വന്നിട്ട് അപ്പോൾ ബ്ലൂവും റെഡ് കളർ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സൈഡിൽ കൂടെ തന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത കളർ എന്താ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അടുത്ത കളറിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് എന്തൊക്കെ കളർ വേണം എന്നുള്ളത് ആ കളറൊക്കെ ഇതിലേക്ക് ഓരോരോ ഒന്നായിട്ട് മൊത്തത്തിൽ അങ്ങോട്ടല്ല ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ യെല്ലോ കളറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ബ്ലൂവും റെഡും ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്നത് യെല്ലോ കളറാണ്. അപ്പോൾ അങ്ങനെ ഇതുപോലെ തന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് പിന്നെ അടുത്ത കളർ ആഡ് ചെയ്യാനുള്ളതാണ്. വീണ്ടും റെഡിലേക്ക് തന്നെ വന്നു. അത് ഓരോരോ സ്ഥലത്ത് കണ്ടോ. ഇപ്പം നമുക്ക് ഇതിൽ റെഡ്, യെല്ലോ, ബ്ലൂ, ബ്ലാക്ക് അങ്ങനെ എല്ലാ കളറും ആഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങനെ അടുത്ത കളർ ഏതാ ആഡ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ മോളിക്കൂടെ പ്രിന്റ് ആയിട്ട് വന്നു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടേക്കാണ്. അപ്പോൾ ഓരോരോ കളർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോരോ സെക്ഷനായിട്ടാണ്. ഇപ്പം ഇതെന്ന് പറയുന്നത് ബ്രൗൺ കളറാണ്, ഒരു കോഫി ഷെയ്ഡിലുള്ളതാണ്. അപ്പം അതിൻ്റെ വർക്ക് വരുമ്പോൾ കണ്ടു. നേരത്തെ നമ്മൾ ബ്ലാക്ക് കളർ പ്രിന്റ് മാത്രമായിരുന്നു. ആ ഒരു ഫിലിമാണ് ഇപ്പം ഇങ്ങനെയായിട്ട് വരുന്നത്. ഇനി ഇതുപോലെ തന്നെ സെയിം മോളിലേക്ക് വന്നിട്ട് ഇതുപോലെ തന്നെ താഴത്തേക്ക് വരുന്നു. താഴത്തേക്ക് വരുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു പ്രൊസീജിയർ കണ്ടോ. ഇങ്ങനെ ഒരു ഇതായിട്ട് വരുന്നത്. ഇതൊന്നുകൂടി അങ്ങനെ മുകളിലേക്ക് പോയിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇതൊരു റോളായിട്ടാണ് ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റോളിൻ്റെ ഒരു സാമ്പിളാണ് ഈ കാണുന്നത് കണ്ടോ. എലൈറ്റിൻ്റെ ആണ് കേട്ടോ കണ്ടോ. എലൈറ്റ് ബീറ്റ് ആട്ടേരെ ഒരു പാക്കിങ്, അതിൻ്റെ ഒരു ഫിലിമിൻ്റെ ഒരു നമ്മൾ യെല്ലോ, റെഡ്, ബ്ലൂ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് കണ്ടു. ആ ഒരു ലാസ്റ്റ് ഫിനിഷിംഗ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ നമ്മൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ എന്തായാലും ഇങ്ങനെയല്ല കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒന്നുകൂടി തിക്നെസ് കൂട്ടണം. തിക്നെസ് കൂട്ടെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അത് കാണാം. ഇതിപ്പോൾ ആ ഒരു മുകളിലത്തെ പോർഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി ഇതിൻ്റെ തിക്നെസ് അപ്പോൾ ആ തിക്നെസ് കൂടുന്നതും കൂടി കാണാം നമുക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ലൈറ്റിൻ്റെ നമ്മൾ ആട്ടപ്പൊടിയുടെ ഇത് ഫിലിം കണ്ടു പ്രിന്റ് ചെയ്ത് വരുന്നതൊക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ വേറെ ഒന്നോടി ലൈറ്റിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിന്റ് നമുക്ക് എന്തായാലും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊരു തിക്നെസ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ എന്തായാലും കാണും. ആ ഒരു തിക്നെസ്സിൽ സെക്കൻഡ് കോട്ടിങ്, ഫസ്റ്റ് കോട്ടിങ് ഇതാണ്. അതിൻ്റെ അതൊക്കെ കണ്ടോ, ഇതാണ് ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെക്കൻഡ് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ആ റോളാണ് ഈ കാണുന്നത്. ഇതിലേക്ക് ഒരു ലാമിനേഷൻ മാത്രമല്ല, ഒരു കോട്ടിങ് അല്ല, 2 കോട്ടിങ് ആണ് ഇതിൽ ചെയ്യുന്നത്. ഈ ഒരു കോട്ടിങ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകും. അപ്പോൾ ഇത് ഒരു വലിയൊരു മെഷീനാണ് കേട്ടോ ഈ കാണുന്നത്. ഇത്ര വലിയൊരു മെഷീനാണ് കേട്ടോ ഈ കാണുന്നത്. അവിടുന്ന് ഈ എക്സാം വരെ അത്രയധികം സ്പേസ് ആണ് ഈ ഒരു എടുക്കുന്നത് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് ഫസ്റ്റ് പ്രിന്റ്, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരു കോട്ടിങ് കൂടി ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇത് സെക്കൻഡ് കോട്ട്. 2 കോട്ടാണ് ഇതിൽ ചെയ്യുന്നത്, ലാമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണിച്ചു തരാം. ഇത് ലാസ്റ്റ് ഫിനിഷിങ് വരുന്നത് ഇവിടെയാണ്. ലാസ്റ്റ് ഫിനിഷിങ് വരുന്നത് കണ്ടോ. ഇങ്ങനെ മോളിക്കോടെ വന്നിട്ട് നേരത്തെ ഫസ്റ്റ് കണ്ടു. അത് കഴിഞ്ഞാൽ മോളിക്കോടെ വന്നിട്ട് ഇവിടേക്കാണ് വരുന്നത്. എന്നിട്ട് റോൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു റോളാക്കിയിട്ടാണ് നമുക്ക് കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പോൾ അവർ പൗച്ച് വേണമെങ്കിൽ പൗച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കും. പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഫസ്റ്റ്, സെക്കൻഡ് കോട്ടിങ്, തേർഡ് കോട്ടിങ്, അങ്ങനെ 3 കോട്ടിങ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കോട്ടിങ് കണ്ടു. അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി ഇതൊരു ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തണം. ഫിനിഷിംഗ് ലെവലിലേക്ക് ഇതാണ് ആ നേരത്തെ
കണ്ട നമ്മൾ റോൾ എന്ന് പറയുന്നത് പല ഇതിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു പ്രിൻ്റാണ് സാമ്പിളിന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് കണ്ടോ, ഇങ്ങനെ ഒരു ഫിനിഷിങ് ഇല്ലാണ്ടാണ് കിടക്കുന്നത്. ഇത് ഫിനിഷിങ് ചെയ്യാനുള്ള ഒരു മെഷീനാണ്. ഇനി ഇവിടേക്കാണ് മെഷീൻ വരുന്നത്. ആ ഒരു റോള് നമുക്ക് ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. ഈ റോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വരുന്നതായിരിക്കും. ഇവിടുന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം സ്പ്ലിറ്റാക്കുക ചെയ്യണം. ഇത്ര വലിയൊരു റോള് ഇതേപോലെ തന്നെ സ്പ്ലിറ്റ് ആക്കുക. അപ്പോൾ ഇത് 3 സെക്ഷനാണ്. 3 അത് ഇവിടെ 3 സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് 3 സ്പ്ലിറ്റ് ചെയ്യാൻ തന്നെയല്ല, ഇതിന്റെ ബാലൻസ് സൈഡ് എഡ്ജ് അത് വേസ്റ്റ് ആയി പോകുന്നില്ല. അത് നമുക്ക് ഇവിടെ വരുന്നത് കണ്ടോ, ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഇത് ഇവിടെ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും വേസ്റ്റ് ആയി പോകുന്നില്ല. ഇത് റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും വേറെ കാര്യങ്ങൾക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഇതിന്റെ ഫിലിംസ് ആണ് ഈ വരുന്നത്. ഇത് വേസ്റ്റ് ആവുന്നില്ല. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എഡ്ജൊക്കെ ഫിനിഷിംഗ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു റോളായിട്ടാണ് വരുന്നത്. ഈ ഒരു റോൾ എന്ന് പറയുമ്പോൾ ഒരു 10-12 കിലോ വരുന്ന ഒരു റോളാണ് കേട്ടോ. ഇനി ഇത് പൗച്ച് ആക്കണം. ഇനി ഇവിടെ വേണമെങ്കിൽ ഇവിടെ പൗച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ലൈറ്റിന്റെ പൗച്ച് വരുന്നത് കണ്ടോ. ഇത് പല കളറിൽ നമുക്ക് പറഞ്ഞ കളർ ഇപ്പൊ ഗ്രീനിലുണ്ട്, യെല്ലോയിലും അങ്ങനെ ഒരു കവറാണ്, പൗച്ചാണ് കണ്ടോ. ഇതിപ്പോ പൗച്ച് വേണമെങ്കിൽ അങ്ങനെയായിട്ട് ചെയ്യും. ഇപ്പൊ ഇവരാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ റോളായിട്ട് കൊണ്ടുപോയിട്ട് അവർ അവിടെ ഓട്ടോമാറ്റിക്കലി ഈ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി സീൽ ചെയ്തിട്ട് അവരുടെ കയ്യിൽ തന്നെ മെഷീൻ ഉണ്ടാവും. ആ മെഷീൻ വെച്ചിട്ടാണ് ഇവർ സീൽ ചെയ്ത് തരുന്നത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എലൈറ്റിന്റെ ആൾക്കാർ അവരവിടുന്ന് അവരുടെ പ്രൊഡക്റ്റ് നിറച്ചിട്ട് ഓട്ടോമാറ്റിക് സീൽ വെച്ചാൽ അവരുടെ കയ്യിൽ ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്. അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ ഇവിടുന്ന് ആയാലും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇവര് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇതൊരു 10-12 കിലോ വരുന്ന ഒരു റോളാണ് കേട്ടോ. അപ്പൊ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ഇവിടെ എലൈറ്റിന്റെ ഉണ്ട്. ഇത് നേരത്തെ നമ്മൾ ഗ്രീൻ ആണ് കണ്ടത്. ഇതിന്റെ യെല്ലോ വരുന്ന റോളാണ് ഈ കാണുന്നത്. ചോയ്സിന്റെ ആട്ടപ്പൊടിയുടെ പാക്കാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ അച്ചാറ്, ഉപ്പും മുളകും ചെറിയ മിഠായി, ഉപ്പും മുളകിന്റെ ചെറിയൊരു മിഠായി കവർ. ഇത് ചെറിയ റോളാട്ടോ. അതെ അതെ, ഓട്ടോമാറ്റിക് ആയിട്ട് അവർ മെഷീനിൽ കൊണ്ടുപോയിട്ട് ചെയ്ത് ശരിയാക്കുന്നതാണ്. അതായത് നമുക്ക് ഇവിടുന്ന് റോളായിട്ട് കൊടുക്കണം. അവരവിടെ മെഷീൻ ഉണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്യണം. മിഠായി അതിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ റെഡിമെയ്ഡ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അവർക്ക് ഇത് ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്, ക്ലിയർ ആയിട്ട് വരുന്ന മെഷീൻ. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ റോളാക്കി കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ഇവിടെ വേറെയും കാണുന്നുണ്ട്. ഇതൊക്കെ ഇത് പ്ലെയിൻ റോളാണ് കേട്ടോ കാണുന്നത്. പ്ലെയിൻ റോളാണ്. ഇപ്പൊ നമുക്ക് സാധാരണ പ്ലെയിൻ മതിക്ക് അങ്ങനെ ഇവിടെ കുറെ എടുക്കുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ 10-800 എന്ന് പറയുമ്പോൾ ഇതിന്റെ കിലോ വെയിറ്റ് ആണ് വരുന്നത് ഈ കാണുന്നത്. ഇവിടെ അത് അടിച്ചു വരുമ്പോൾ അറിയുള്ളൂ എത്രയാണ് വരുന്നത്. ഇപ്പൊ ഇത് 12,800 12,700 അങ്ങനെ പല ഇതിലാണ് വരുന്നത്. വെച്ചാൽ അത് അടിച്ചു വരുമ്പോൾ അതിന്റെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു റോള് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പൗച്ച് ആക്കുന്നതിനുള്ള ഒരു മെഷീനാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഫിലിമാണല്ലോ. ആ ഒരു ഫിലിം ഇവിടേക്ക് വന്നിട്ട് അതിനെ ജോയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു വലിയ ഫിലിം വന്നിട്ട് ജോയിന്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗേറ്റ് വഴിക്ക് അത് ജോയിന്റ് ആവുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് സീലായി വന്നു കേട്ടോ. ഈ സൈഡിലേക്ക് വന്നപ്പോൾ അത് സീലായി വന്നു. സീലായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു മെഷീനാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇവിടുന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന പോർഷൻ കട്ടാക്കി എടുക്കുകയാണ്. ഓരോരോ പൗച്ച് കട്ടാക്കി എടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് വരുന്ന ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു പൗച്ച് ആക്കിയിട്ടാണ് കിട്ടുന്നത് കണ്ടോ. ഇത് ബനാന ചിപ്സിന്റെ ഒരു പൗച്ചാണ് ഈ കാണുന്നത്. ഇത് എത്ര വേണമെങ്കിൽ അങ്ങനെ. ഇപ്പൊ ഇതൊരു 500-ന്റെ ആയിരിക്കും അല്ല. ഇതിലെ ഡേറ്റ് കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് ഇപ്പൊ അടിച്ചു തരില്ല. ഇത് പിന്നീടാണ് അടിച്ചു വരുന്നത്. പൗച്ച് മാത്രം ആക്കിയിട്ടാണ് തരുന്നത് കണ്ടോ. ഇതിന് പ്രോഡക്റ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ എത്ര എക്സ്പയറി ഡേറ്റ് അതൊക്കെ പിന്നീടാണ് അടിക്കുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഇത് തന്നെ ഇപ്പുറത്തും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഇവിടേക്കാണ് ലാസ്റ്റ് എൻഡിങ് വരുന്നത് കേട്ടോ. ഈ കാണുന്നത് നമുക്ക് വീട്ടിൽ നമ്മൾ ചൂല് ഉപയോഗിക്കില്ലേ, ആ ചൂല് മേടിക്കാനായിട്ട് നമ്മൾ കടയിലേക്ക് പോകുമ്പോൾ ആ പാക്ക് ചെയ്ത് വരുന്നതാണ്. നമ്മുടെ ചൂലിന്റെ പാക്കാണ് ഈ
ദൂരേക്ക് വലിച്ചെറിയും. ആ കാണുന്ന ഒരു അധ്വാനമാണ്. അപ്പോൾ അത് വലിച്ചെറിയാണ്ട് ഇത് നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കട്ടിങ്ങിൻ്റെ ഒരു മെഷീൻ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ഒന്നും കേട്ടോ, ഒരുപാട് മെഷീൻസ് ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ലൊക്കേഷൻ മൊത്തം കട്ടിങ്ങിൻ്റെ മെഷീൻസ് ആണ് കേട്ടോ. 1 2 3 4 5 കയ്യിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. കൈ കാണുന്ന ലൊക്കേഷൻ മൊത്തം കട്ടിങ്ങിൻ്റെ മാത്രമാണ്. ഇത് വലിയൊരു കമ്പനിയാണ് കേട്ടോ. അതിൽ അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഞാൻ കണ്ടു തരുന്നത് ഫ്രീജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ വലിയൊരു കമ്പനിയാണ്. നിങ്ങൾക്ക് വന്ന് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ഓർഡർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇതൊരു വലിയൊരു യൂണിറ്റ് ആണ്. ഇപ്പം ഇത് പ്രിന്റിൻ്റെ സെക്ഷനാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് കട്ടിങ് അങ്ങനെ ഒരുപാട് സെക്ഷൻസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് ഇതിന് പിന്നീട് പ്രവർത്തിക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് ഇതിന്. ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ വരാൻ ഒരു മടിയാണ്. അപ്പോൾ ഓരോരുത്തരുടെ സൈഡിൽ നോക്കി നിന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം. നമുക്കിവിടെ നിന്ന് പുറത്തേക്ക് കാരണം മെഷീൻസിൻ്റെ ശബ്ദം കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. അപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ പുറത്താണ് നിൽക്കുന്നത്. കാരണം അവിടെ മെഷീൻസിൻ്റെ ഒരുപാട് ശബ്ദം കാരണം ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കണമെങ്കിൽ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് രാമേട്ടനെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിരിക്കണം. കൂടെ സാമ്പിളും കൊണ്ടുവന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടിയും അവിടെ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് സാമ്പിൾസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ട് കുറേ ഇങ്ങനെ ലാമിനേറ്റ് ചെയ്തതും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഒരുപാട് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഫിനിഷിംഗ് ആണത്. ഇപ്പോൾ ഈ പാർട്ടികൾ വരുമ്പോൾ അവർക്ക് ഓർഡർ കൊടുക്കാനായിട്ടുള്ള സാമ്പിൾസ് ആണിത്. കാരണം ഇതെല്ലാം ഫിനിഷിങ് കഴിഞ്ഞിട്ട് പാർട്ടികൾ കൊണ്ടുപോയതിൻ്റെ ഓരോന്നിൻ്റെയും സാമ്പിളുകളാണ്. അപ്പോൾ ഇതനുസരിച്ച് ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റംസ് എല്ലാം ഓരോ വെറൈറ്റിയാണ്. BOPPD ഉണ്ട്, LD വൈറ്റ് ഫിലിമാണത്. ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടില്ല ആ പ്രൊസീജിയർ. വൈറ്റ് കളർ വെച്ചിട്ട് ചെയ്യുന്നത് ഗ്രാജുവൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന്റെ വൈറ്റ് കളറിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള വർക്കാണ് ഇത്. പിന്നെ വരുന്നത് ഇത് നമ്മുടെ പോളിസ്റ്ററിൽ പ്രിന്റ് ചെയ്തതാണ്. ചപ്പാത്തിയുടെ ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ ഫ്രണ്ട് സൈഡിൽ മാത്രം കളർ വരുന്നുള്ളൂ. ബാക്ക് സൈഡ് നമുക്ക് പ്രിന്റ് ആണ് വരുന്നത്. ഇത് എന്ത് മെറ്റീരിയലാ വരുന്നത്? പോളിസ്റ്ററും കൂടിയിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ ചേട്ടാ ഒരു മിനിറ്റ് പിടിച്ചോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് വരുന്നത് ബേബി ഡൈപ്പറിന്റെ ആണ് കേട്ടോ. ഇതും വൈറ്റ്. ഇപ്പൊ എന്തൊക്കെ മെറ്റീരിയൽ ആണ് കൂടുതൽ ഇവിടെ യൂസ് ചെയ്യുന്നത്? ഈ കുട്ടികളുടെ ഈ ഐറ്റംസിന് മിക്കവാറൊക്കെ LD വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. മറ്റേ പ്രിന്റ് ചെയ്യുന്നത് എല്ലാം ഈ പോളിസ്റ്ററിലാണ്. ഫ്ലെക്സോ പ്രിന്റിങ് മാത്രമാണ്. അത് ട്യൂബാണ്. PP ആണ് മെറ്റീരിയൽ. മറ്റേത് പോളിസ്റ്ററാണ്. പോളിസ്റ്റർ എന്ന് പറയുന്നത് ഷീറ്റാണ്. ആ പോളിസ്റ്റർ PP നമ്മൾ ഫ്ലെക്സോയിൽ പ്രിന്റ് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് ലാമിനേഷനോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. കാരണം അത് വരുന്നത് ട്യൂബായിട്ടാണ്. അതിൽ തന്നെ സൈസ് ഉണ്ടാവും. 200 കേജിൻ്റെ വേണം, അല്ലെങ്കിൽ 250 കേജ് വേണം, അല്ലെങ്കിൽ 8 ആണ് 10 ആണെന്ന് വെച്ചാൽ ആ വീതി അനുസരിച്ചുള്ള ട്യൂബ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ വെറും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സൈസ് ഏതാണ്. ഇപ്പോൾ ഇത് 8 ആണെങ്കിൽ ആ 8ലേക്ക് നമ്മൾ ട്യൂബ് കയറ്റുന്നു, അത് ഐറ്റം പ്രിന്റ് ചെയ്യുന്നു, അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കസ്റ്റമറിന് നമ്മൾ കൊടുക്കും. അതേസമയം പോളിസ്റ്റർ എന്ന് പറയുന്നത് സൈസ് അനുസരിച്ച് ഇപ്പോൾ 500, 600 mm ബേസ് ചെയ്തിട്ടാണ് ഫിലിം വരുന്നത്. അത് നമ്മൾ ആ ഫസ്റ്റ് ടൈപ്പ് പോളിസ്റ്ററിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് ഷീറ്റായിട്ടാണ് വരുന്നത്. അത് പ്രിന്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അത് അടുത്തത് ലാമിനേഷൻ ചെയ്യണം. അത് ചില പാർട്ടികൾക്ക് ഇപ്പോൾ 300 kg വേണം, 350 വേണം, അല്ലെങ്കിൽ 400 വേണമെന്ന് പറയുമ്പോൾ ആ തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചിലത് 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ചിലത് മെറ്റലൈസർ വേണം. ഈ റെസ്കിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ലാമിനേഷൻ കഴിയും. കാരണം പോളിസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ മെറ്റലൈസർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അത് ഫൈനൽ ആവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് കാരണം റെസ്ക് ഫുഡ് ഐറ്റംസ് അല്ലേ. അപ്പോൾ കേക്ക്, ഈ പ്ലം കേക്ക്, ഇതൊക്കെ ഹൈജീനിക് ആയിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ അവർ 3-4 കോട്ടിങ് ചെയ്തിട്ടാണ്. ഇത് ഡൈപ്പറും അതുപോലെ തന്നെ ഡൈപ്പറിന് പക്ഷെ ലാമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഫുഡ് ഐറ്റംസ് അല്ലാത്തതുകൊണ്ട്. പിന്നെ ഈ പൊട്ടികളുടെ ബനാന ചിപ്സ് ആണ്. അതെ, അത് ചിപ്സ് ഒക്കെ കാണിക്കണമെങ്കിൽ നമുക്ക് ബാക്കിൽ ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ. ഇത് ഫ്രണ്ട് സൈഡ് വരുന്നത് പ്രിന്റ് ആയിട്ടാണ് വരുന്നത്. അത് പല ഇതിൽ സൈസിലാണ് അവൈലബിൾ. ഇപ്പൊ എന്റെ കയ്യിൽ വന്നിരിക്കുന്നത് വലുത്. ഇത് പില്ലോ കവർ ആണ് കേട്ടോ. കണ്ടോ, ഇത് പില്ലോ കവറിന്റെ ആണ് ഈ കാണുന്നത്. ഫ്രണ്ടിൽ പ്രിന്റ് ചെയ്തേക്കുന്നത് പോളിസ്റ്റർ തന്നെ. ബാക്ക് സൈഡ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഈ ട്യൂബാണത്. അഡീഷണൽ ഇത് കണ്ടല്ലേ, ഇത് കണ്ടോ, ഈ ബാക്കിൽ ട്യൂബാ. ട്യൂബാണ്. അപ്പൊ നമുക്ക് പില്ലോ കവർ വയ്ക്കുമ്പോൾ പില്ലോ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ
എൻ്റെ കൈ ഇടുമ്പോൾ തന്നെ കൈ കാണില്ല, അതുപോലെ തന്നെ പില്ലോ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വലിയ സൈസാണ്. അപ്പോൾ നമുക്കിപ്പോൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാ, എത്ര ഓർഡർ ചെയ്യണം? ഇത് ഫ്ലെക്സോ പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസ് കുറവായിട്ടുള്ളതാണ്. ആ സാധാരണക്കാർ ഇപ്പോൾ ചെറുകിട ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1-2 ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്ന, അതായത് വീട്ടിലെ കുടിൽ വ്യവസായം പോലെ മിനി കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഐറ്റംസ് വളരെ കുറച്ചായിരിക്കും. അത് മാത്രമല്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് വേണ്ട ഇൻ ദ ബിഗിനിങ്. അത് കുറച്ചുകൂടി റണ്ണിങ് ആയി ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തണം എന്നുള്ള തോന്നി വരുമ്പോഴാണ് ഈ റോട്ടോയിലേക്ക് മാറുന്നത്. റോട്ടോയിലേക്ക് മാറുന്നത് പറഞ്ഞാൽ അത് ക്വാണ്ടിറ്റി കൂടുതൽ വേണം. ഫ്ലെക്സോയിൽ നമ്മൾ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 20-25 കിലോയിലൊക്കെ നമുക്ക് ചില ഐറ്റംസ് ഇപ്പോൾ ചിലത് ഇപ്പോൾ അരിപ്പൊടി, പുട്ടുപൊടി, അപ്പോൾ ആ അരിപ്പൊടി പുട്ടുപൊടിയുടെ മാത്രം ലെറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരേ സെയിം സൈസ് ആണെങ്കിൽ ഒരു 8-10 ആയിരിക്കാം. ഈ 8-10ൻ്റെ ഒരു 4-5 ഐറ്റം ഉണ്ടെങ്കിൽ ഈ പേരുകൾ മാത്രമേ ചേഞ്ച് ചെയ്യണ്ടോ വെച്ചാൽ നമുക്കത് ക്വാണ്ടിറ്റി കുറച്ച് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഒരു 15-20 kg ഒക്കെ പെർ ഈ ഫ്ലെക്സോല് ഓർഡർ ചെയ്യുകയാണെങ്കിൽ 15 kg അല്ലെങ്കിൽ 20 kg അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകും. അതേസമയം റോട്ടോല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാമിനേഷനും മാത്രമല്ല മെഷീൻ്റെ സ്പീഡും ക്ലാരിറ്റിയും അത് കണ്ടില്ല. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഈ ഇത്രയും ഫിനിഷിങ് നമ്മളിപ്പോൾ കാണണമെങ്കിൽ അതിന് എക്സ്പെൻസീവ് ആണ്. ഇത് എക്സ്പെൻസീവ് തന്നെയാണ്. കണ്ടോ, ഇത് ഉള്ളിൽ ലാമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ കാണുന്നതാണ് ഈ ലാമിനേഷൻ. മെറ്റലൈസ്ഡ് ചെയ്തിട്ട് ഫുഡ് ഐറ്റത്തിന്റെ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫിനിഷിങ്ങും നല്ല ഫിനിഷിംഗ് ആണ്. ചിലതിന്റെ ഫിനിഷിംഗ് കുറവാന്നല്ല പറയണത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് റേറ്റും അങ്ങോട്ട് മാറിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല ഇതിന് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 100 കിലോ എങ്കിലും പ്രിന്റ് ചെയ്യണം. നിങ്ങൾ ഇതിന് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് വന്നത്. ഡിസൈൻ ചെയ്യണത് നമ്മളിപ്പോ ഇവിടെ ഡിസൈൻ ചെയ്യാൻ ആൾക്കാരുണ്ടോ? ഇവിടെ ഓഫീസിൽ സ്റ്റാഫ് ഉണ്ട്, 2 പേരുണ്ട്. ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ അതിന്റെ ഒരു ഔട്ട്ലൈൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരും. അല്ല നിങ്ങളിപ്പോ പേഴ്സണലി നിങ്ങളുടെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളിവിടെ അതിന്റെ സ്റ്റീൽ സിലിണ്ടർ റോട്ടോ ആണെങ്കിൽ അതിന്റെ സിലിണ്ടർ എടുക്കും. സിലിണ്ടർ എടുക്കാനായിട്ട് എങ്ങനെയാലും ഒരു 15-20 ദിവസം എടുക്കും. വന്നു കഴിഞ്ഞിട്ട് ഈ സിലിണ്ടർ റെഡി ആയി കഴിഞ്ഞിട്ട് മെറ്റീരിയൽ വരാനും ഒരു 10-12 ദിവസം, ഏകദേശം ഒരു മാസം ആ പ്രൊസീജിയർ വേണം. കാരണം തിരക്കടിച്ചിട്ട് നടക്കില്ല. കാരണം ഇത് അതിന് ടൈമിംഗ് വേണം. മറ്റേ ഫ്ലെക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്സ് മാക്സിമം ഒരു 10 ദിവസം അത്രയും മതി. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് സ്ഥലം കൂടി പറഞ്ഞു തരാം. എവിടെ കൃത്യമായിട്ട് അഡ്രസ് ഒന്ന് പറഞ്ഞു. ഒല്ലൂര് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്, B40 മരിയ റോട്ടോ പാക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ഗേറ്റാണ്. ഇൻഡസ്ട്രിയലിന് 2 പോർഷനാണ്. ഗേറ്റ് 1 ഉണ്ട്, ഗേറ്റ് 2 ഉണ്ട്. ഗേറ്റ് 2 വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ നെയിം ബോർഡ് ഉണ്ട്, 290 മരിയ റോട്ടോ പാക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് കാണാം. ഗേറ്റിലേക്ക് വാച്ച്മാനോട് പറഞ്ഞാൽ മതി. ഇനി സമയം കൂടി ഒന്ന് അറിയണം. മോർണിംഗ് ഇത് രാവിലെ ഓഫീസ് ടൈം രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഓഫീസ് ടൈം. 9 തൊട്ട് 5:30 പരമാവധി ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ ശ്രമിക്കുക. കാരണം കുറെ അകലെന്ന് വന്നു കഴിയുമ്പോൾ ആരും ഇല്ലാതെ വരുമ്പോൾ അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്രസ്സ് ലൊക്കേഷനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഇമെയിൽ ID ഉണ്ട്, അതും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചെറുവക ഇപ്പൊ നമ്മുടെ ഈ ലോക്ക്ഡൌൺ പീരീഡ് എന്ന് പറയുമ്പോൾ ഈ മാർച്ച് തൊട്ട് ലോക്ക്ഡൌൺ പീരീഡിൽ കുറെ പേര് വീട്ടിലിരുന്നിട്ട് നമുക്ക് ജോലി ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഫുഡ് ഐറ്റംസിലേക്കാണ് ഒരുപാട് പേര്. കാരണം ഇപ്പോ ട്രാവൽസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, 6-7 ബസ് ഉണ്ടായിരുന്ന ഇതാണ്. കാരണം വെച്ചാൽ ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ വേളാങ്കണ്ണിയും എന്താ പറയുക ഊട്ടിയും കൊടൈക്കനാലും ഫുൾ റെസ്റ്റായി. വണ്ടി ഇപ്പോൾ ഇപ്പോൾ പുള്ളി കട തുടങ്ങിയാക്കുന്നത് റെഡിമെയ്ഡ് കടയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കൂടുതൽ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും തുടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസാണ്. കാരണം വെച്ചാൽ ഒരു സംരംഭം ഒരു 3-4 പേര് കൂട്ടായ്മയില് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഫുഡ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം ഒരുവിധ ആൾക്കാരും ഒക്കെ ഫുഡ് ഐറ്റത്തിലേക്കാണ് വന്നിരിക്കണം. അപ്പൊ അവർക്ക് എന്തായാലും ഇങ്ങനെ ഒരു പാക്കിംഗ് ആവശ്യമാണ്. ഫുഡ് ഐറ്റത്തിന് എന്തായാലും നമ്മൾ വെറുതെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു പാക്ക് ചെയ്യണം. അപ്പൊ അതിനുള്ള ഒരു പർപ്പസ് ആണ് ഈ ഒരു വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എവിടെയാ കിട്ടുക, എങ്ങനെയാ ഓർഡർ ചെയ്യുക ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇപ്പൊ ചെറിയ ആൾക്കാർക്ക്
ഇതും വരെ നമ്മളിപ്പോൾ വന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമെന്ന് വിചാരിക്കുന്നു. അത് കൂടാണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഇത് പ്രിന്റ് ചെയ്യൽ മാത്രമല്ല കേട്ടോ, ഇത് നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുക. നമ്മുടെ വീട്ടിലെന്ന് പറയുമ്പോൾ ഡെയിലി ഒരു 10-20 പാക്ക് ഗ്രോസറി ഐറ്റംസ് എന്തായാലും വരുന്നത്. ഇത് നമ്മൾ അങ്ങനെ തന്നെ കളയാണ്ട് ഇത് അങ്ങനെ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിത് റീസൈക്കിൾ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് റീസൈക്കിൾ ചെയ്തെടുക്കാന്ന് പറയുന്നത് ഇത് ഇപ്പൊ ഒരു എന്ന് വെച്ചാൽ പഞ്ചായത്തിലായാലും കോർപ്പറേഷനിലായാലും അതിനുള്ള ഒരു യൂണിറ്റ് തന്നെ ഉണ്ട്. അതായത് മെയിനായിട്ട് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എബോ 40 മൈക്രോൺ ആണ്. ഓക്കെ. അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്യാനായിട്ട് ഇതിന്റെ തന്നെ അടുത്ത വേറെ ഐറ്റംസുകളാണ്. ഇപ്പൊ നമ്മളിത് വെർജിനാണ്, ഇതിൽ നമുക്കൊരു ചേഞ്ച് ഇല്ല. ഈ റീസൈക്ലിംഗ് ചെയ്യുന്ന മെറ്റീരിയൽ ഞങ്ങൾ ഒരിക്കലും പ്രിന്റിങ്ങിന് ഉപയോഗിക്കില്ല. അപ്പോൾ അത് അടുത്ത ക്വാളിറ്റി വേറെ ചെറിയ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഈ മറ്റേ പ്ലാസ്റ്റിക് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഉദാഹരണം നമുക്ക് കസാര, ഈ മറ്റേ കോരി, മറ്റേ ചെറിയ കപ്പ്, അങ്ങനെയുള്ള ഐറ്റംസ് അതൊക്കെ റീസൈക്കിൾ ചെയ്തിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ്. പക്ഷെ അപ്പൊ ഈ സാധനം ഒരിക്കലും അത് ഒരു വേസ്റ്റേജ് ആയിട്ട് മാറുന്നില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ റീസൈക്കിളിനെ കുറിച്ച്. അപ്പൊ അതിനെ കുറിച്ച് നമ്മുടെ നാട്ടിലല്ല, ഇത് മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുവിധ ആൾക്കാരൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സാധനങ്ങൾ നമ്മൾ ബോട്ടിലിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് വലിച്ചെറിയാണ്, നമ്മുടെ പറമ്പ് മൊത്തം നാശമായി പോവാണ്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു 2 പർപ്പസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം റീസൈക്കിൾ, അതുപോലെ തന്നെ ചെറുവക ആൾക്കാർക്ക് ഇനി ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു സ്ഥലം ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തി തന്നെ. ഇതിപ്പോൾ ഇവിടെ തന്നെയല്ല കേട്ടോ, ഇതിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ എവിടെയെങ്കിലും പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആവാം. ജസ്റ്റ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതിവ് പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്താം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ മാത്രം അമർത്തിയാൽ മതി, അല്ലാണ്ട് ആരും അമർത്തേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കാണും, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ വരുന്നവരെ